Hello, beautiful souls. Today's episode is really special because when I started this journey of interviews, ആദ്യം ഞാൻ വേറെ സ്റ്റുഡിയോസിലായിരുന്നു ചെയ്തത്. സോ ബ്യൂട്ടിഫുൾ സോൾസ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ടുഡേ വി ആർ ഷൂട്ടിംഗ് ഇൻ അവർ ഓൺ സ്റ്റുഡിയോ. അതെനിക്ക് വളരെ സ്പെഷ്യലായിട്ട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്. ഇറ്റ് വാസ് എ ജേർണി ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് undying self-motivation, I should say. So, and I'm very happy today, all the more happy today because എന്നോടൊപ്പം ഉള്ളതും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കുന്നതും ഈ ഒരു സ്റ്റുഡിയോ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ പല പ്രാവശ്യമായിട്ടും എൻ്റെ മനസ്സിൽ വന്നൊരു പേരാണ്. ആൻഡ് ഐ നോ ഹിം സിൻസ് ലോങ് ആൻഡ് ഐ വാസ് ഓൾവേസ് ഹാപ്പി ഫോർ ഹിം ഓൾസോ. ഈ വ്യക്തിയെ പറ്റി പറയുവാണെങ്കിൽ ഹീ ഈസ് വെരി പാഷനേറ്റ്. തൻ്റേതായ ഇഷ്ടത്തിലാണ് ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. സിനിമയുടെ എല്ലാ മേഖലകളിലും ഈ വ്യക്തിക്ക് എല്ലാ നോളജും ഉണ്ട് ആൻഡ് ഹീസ് ഇൻവോൾവ് ഓൾസോ. ഹീസ് എ റൈറ്റർ, ഹീസ് എ പ്രൊഡ്യൂസർ, ഹീസ് എ എഡിറ്റർ. സോ and what I like about him is that since I know him since long, he's very down to earth, very friendly, and നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അരുൺ ബോസ്. അറിയാതെ വായി എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബബ്ലി എന്നെ ഇവിടെ ഒരു ഫിലിം മേക്കറായിട്ട് ഇരുത്താൻ. ലൂക്ക വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ലൂക്ക കുറേ നല്ല സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായൊരു സിനിമ കൂടിയാണ്. അതുവരെ എൻ്റെ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം സുഹൃത്തുക്കളെ സിനിമയിലേക്ക് നൽകാനും എനിക്ക് സാധിച്ചു ലൂക്ക വഴി. ഈ ദൂരദർശൻ ന്യൂസിന്റെ തുടക്കത്തിൽ ഒരു ഗ്ലോബ് ഇങ്ങനെ ഉരുണ്ടിട്ട് വരുമല്ലോ, ആ ഗ്ലോബ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എനിക്കത് ചെയ്താൽ മതി. അഹാനയുടെ പെർഫോമൻസ്, അഹാന ആസ് ആൻ ആക്ടർ, എനിക്ക് അഹാനനെ ഏത് രീതിയിലും റിഫൈൻ ചെയ്തെടുക്കാം, ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കണക്ട് ആവാത്ത ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്ക് പരിപൂർണ്ണമായിട്ട് കണക്ട് ആവുന്ന ഒരു സ്ക്രിപ്റ്റ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിയൻസിന് കണക്ട് ആകും, അല്ലെങ്കിൽ ഓഡിയൻസ് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള അതുകൊണ്ട് മാത്രം ഒരു ഫിലിം മേക്കർ, ഒരു ആർട്ടിസ്റ്റിന് ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും എഴുതാൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് പൊളിറ്റിക്കൽ, ഇസ് ഇറ്റ് അപ്പൊളിറ്റിക്കൽ ചിന്തിച്ചെഴുതേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. Welcome to my show, Unfiltered Coffee Time with Deepa. Happy to be here, Deepa. I'm so glad that you came here. See, one thing is very special about him. നമ്മൾ കുറേ ഗസ്റ്റിനെ വിളിക്കുമ്പോൾ they show their little bit of hesitation because ചാനൽ റീച്ച് ഇല്ലല്ലോ, അതാണ്. ബട്ട് we always believe in our passion. But ഒറ്റ കോളിൽ he told me that okay, when should I come? അത് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ഫോർ യു. സോ another special thing is that on May 10th his movie is also going to get released. So Marivillan Gopurangal, correct? Ade, Marivillan Gopurangal. So welcome once again. So Arun Chetta, it has been so long. I think we last met in 2015, right? Ade. And എങ്ങനെയുണ്ട് ലൈഫ് since then? അന്ന് എനിക്ക് തോന്നുന്നു you have just started into scripting and all, right? ലൂക്കയുടെ സ്ക്രിപ്റ്റിന്റെ എനിക്ക് തോന്നുന്ന സെക്കൻഡ് ഓർ തേർഡ് ഡ്രാഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അത്രയും മുന്നെയാണ് അത് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? 2014 ഞാൻ ആദ്യമായിട്ട് ലൂക്കയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റുമായിട്ട് ടൊവിനോ തോമസിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഐ തിങ്ക് ദാറ്റ് വാസ് എ പ്രോസസ് വെൻ ഐ വാസ് പിച്ചിങ് ദ സ്ക്രിപ്റ്റ് ടു പ്രൊഡ്യൂസേഴ്സ്. ആ ഒരു സ്റ്റേജിലാണ്, ആ സ്റ്റേജിലാണ് നമ്മൾ മീറ്റ് ചെയ്തത്. ലൈക്ക് സിൻസ് നൗ. ആൻഡ് ഹൗ ആർ യു? Good, very good. നന്നായിട്ട് പോകുന്നു. A lot of things have changed in your life. Yes, it's like long journey. And because when I see the updates, I feel so good because I know some other people also, like I've met during that time when they just started their journey. And I met you through another friend of ours. So yes, അപ്പം everyone has actually grown. And ലൂക്ക അന്നാണല്ലേ നടന്നിരിക്കുന്നത്? 2019 പടം റിലീസ് ആവുന്നത്. Yeah, so that is like so many years that you took to really conceptualize. And അടുത്ത മാസം ലൂക്കയുടെ 5th year ആണ്. Oh yes, so, yes. And I really loved that the frame. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, and more realistic. I think ആ സമയത്ത് തന്നെ ഒരു വലിയൊരു കുറേ സംസാരമൊക്കെ ഉണ്ടായ ഒരു സംഭവം കൂടിയാണ്. So I really like the boldness that you took. I mean at that point in time, but because കോവിഡ് സമയത്തൊക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചിന്തിക്കുന്നത് ഇപ്പോൾ പിന്നെ കുറേ ഇവോൾവ് ആയി, ബട്ട് ആ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എ ഗ്രേറ്റ് സ്റ്റെപ്പ്. ലൂക്ക വളരെ അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു. ലൂക്ക കുറേ നല്ല സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ നിന്നുണ്ടായൊരു സിനിമ കൂടിയാണ്. അതുവരെ എൻ്റെ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം സുഹൃത്തുക്കളെ സിനിമയിലേക്ക് നൽകാനും എനിക്ക് സാധിച്ചു ലൂക്ക വഴി.
ലൂക്ക അഗെയിൻ മോർ ദാൻ എ റിയലിസ്റ്റിക് ഫിലിം, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്ട്രീംലി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത് പറഞ്ഞു വെക്കുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡെത്തും അയാളുടെ ഡെത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമാണ്. അതുകൊണ്ട് തന്നെ ആർട്ടിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയായിരുന്നു ലൂക്ക. ലൂക്കയുടെ എൻ്റയർ ആർട്ട് വർക്ക് സ്ക്രാപ്പിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. ലൂക്ക റെപ്രസെൻറ്റ്സ് എ സ്ക്രാപ്പ് ആർട്ടിസ്റ്റ്. അത് ലിറ്ററലി എടുത്തിട്ട് അത് തന്നെ അങ്ങ് ചെയ്തു. അത് തന്നെ, അത് തീരുമാനമായിരുന്നു. ഐ മീൻ ലൂക്കയുടെ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ലൂക്കയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ ഈ ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്രാപ്പ് ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടറാണ്. ഈവൻ വിഷ്വൽ ഇതൊക്കെ ടോണും ടെക്സ്ചറും ഒക്കെ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എൻ ആർട്ട്. ഇൻഫാക്ട് വാൻഗോഗിൻ്റെ ഒക്കെ പെയിൻറ്റിങ്സിൻ്റെ റെഫറൻസ് തന്നെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ടർക്കോയ്സ് ബ്ലൂ യെല്ലോ തീമാണ് കൂടുതൽ. ഐ റിയലി സ്പെസിഫിക്കലി ചെക്ക് ദാറ്റ്. അതൊരു നല്ലൊരു സാധനമായിരുന്നു. നമ്മുടെ ഐ മീൻ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ആവും. ആ ഒരു കളർ അതിൽ കുറച്ച് ഡോമിനേറ്റിംഗ് ആയിരുന്നു, നല്ലതായിരുന്നു. ആക്ച്വലി ലൂക്കയുടെയും നിഹാരികയുടെയും ആ സെഗ്മെന്റ്, ആ കപ്പിളിന്റെ സെഗ്മെന്റ് ഒരു വാൻഗോഗിന്റെ തീം പിടിച്ചിട്ടാണ് പോയിരുന്നത്. വേറാസ് ദി അതർ സെഗ്മെന്റ്, ദി പോലീസുകാരൻ്റെ അക്ബറിന്റെയും ഫാത്തിമയുടെയും സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു റംബ്രാൻഡിന്റെ പെയിന്റിങ്സ് പോലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഇവൻ അതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ക്യാമറ മൂവ്മെന്റ്സ് രണ്ട് സെഗ്മെന്റ് രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ ലൂക്ക നിഹാരിക സെഗ്മെന്റിൽ ഒരു കാറ്റ് പോലെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റ്സ് ആണ്. അതിൽ കൂടുതൽ എനർജി വേണമായിരുന്നു, ഒരു എന്തൂസിയാസം വേണമായിരുന്നു. ആൻഡ് അത് അവരുടെ പ്രണയം നടക്കുന്ന ഒരു സമ്മർ ടൈമിലാണ്. അപ്പോൾ ആ സമ്മറിൻ്റെ ടോൺ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ശരിക്കും അവരുടെ സെപ്പറേഷൻ, അവർ സെപ്പറേറ്റ് ചെയ്യുന്ന ആ മൊമെന്റ് മുതലാണ് മഴക്കാലം സിനിമയിൽ തുടങ്ങുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന മുഴുവൻ മഴക്കാലത്താണ്, വളരെ തണുത്തുറഞ്ഞൊരു മഴക്കാലത്ത്. So this was already fixed, and this is how. And did you literally take the rainy season, or it was just made up? No. നമുക്ക് ഇപ്പം റിയൽ മഴക്കാലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പ്രാക്ടിക്കലി കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മഴ പെയ്യിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് വി നീഡ് കൺട്രോൾഡ് റെയിൻ. അത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എൻ്റയർ മഴ പെയ്യിച്ച മഴ തന്നെയാണ്. 14-15 ദിവസത്തോളം നമുക്ക് റെയിൻ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് അത് കഴിഞ്ഞിട്ടുള്ള പടത്തിലും റെയിനിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മിണ്ടിയും പറഞ്ഞു, അതിലും നല്ലൊരു ഒരു റെയിൻ യൂണിറ്റിന്റെ പ്രസൻസ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ. So while doing the casting, did you have it in your mind that Ahana is the girl? She went so much with the character, and she was apt for the character. That's the reason I'm asking you this question. ഞാൻ പറഞ്ഞല്ലോ, ലൂക്കയിൽ കുറേ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. ഇനിഷ്യലി ഇതിൻ്റെ ഒരു പിച്ചിങ് സ്റ്റേജ് മുതൽ ലൂക്കയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു നല്ല നല്ല സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ലൂക്ക. അഹാനയും സത്യത്തിൽ അങ്ങനെയാണ് വന്നു ചേർന്നത്. അഹാനയുടെ പെർഫോമൻസ്, അഹാന ആസ് ആൻ ആക്ടർ, എനിക്ക് അഹാനനെ ഏത് രീതിയിലും റിഫൈൻ ചെയ്തെടുക്കാം, ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഷീ വാസ് സോ കമ്മിറ്റഡ് ടു ദാറ്റ്. പല റൗണ്ട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ടായിട്ടുണ്ട്. നല്ല റിഫൈൻ. Even from her talkings, for the interviews that she gives, she's so passionate about everything that she does. She's very hardworking also, I felt, അതെ, ഡെഫിനറ്റ്ലി ഈ കഥാപാത്രമായി മാറാൻ അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് റീഡിങ് സെഷൻ മാത്രമല്ല, നമ്മളൊരു ഇനിഷ്യലി ലൂക്കയുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരു ഓഡിയോ സ്ക്രിപ്റ്റ് പോലെ ലിറ്ററലി നമ്മൾ അതത് കഥാപാത്രങ്ങൾ തന്നെ അവരവരുടെ ലൈൻസ് പറയുന്ന ഒരു ഓഡിയോ സ്ക്രിപ്റ്റ് പോലെ. I would like to interrupt here because this is one thing that you cannot find in Malayalam industry. അപ്പോൾ അതിൽ ലൈൻസും സ്ക്രിപ്റ്റ് ഒക്കെ ആ സമയം ഉണ്ടാകുന്നതും വരുന്നതുമാണ്. സോ very unorganized at times. I have seen, because I've done a couple of them, but it is really good to know from you. അപ്പോൾ ഇതിനകത്ത് അഹാനയുടെ ക്യാരക്ടറിൻ്റെ, നിഹാരികയുടെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ്സ് അഹാന തന്നെയാണ് ചെയ്തത്. അപ്പോൾ ലിറ്ററലി ആ സ്ക്രിപ്റ്റിൽ, ഓഡിയോ സ്ക്രിപ്റ്റിൽ അഹാനയുടെ ക്യാരക്ടറിൻ്റെ ശബ്ദം അഹാന തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണെങ്കിലും പെൻ ഡ്രൈവിൽ ഈ ഓഡിയോ സ്ക്രിപ്റ്റ് പ്ലേ ചെയ്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു. സോ കഥാപാത്രമാവാൻ അത്രയധികം എഫേർട്ട് ഇട്ടിരുന്നു ആക്ടേഴ്സ് ആണെങ്കിലും. ഇപ്പോൾ ടൊവിനോ ആണെങ്കിലും, ടൊവിനോ ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മൾ നറേറ്റ് ചെയ്യുന്നത് 2014 So was it towards like കുറച്ച് സിനിമകളെ ആയുള്ളൂ ടൊവിനോ? സെവൻത് ഡേ, കൂതറ, ഈ 2 സിനിമ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അന്ന് നമുക്ക് നമ്മുടെ കഥാപാത്രത്തിൽ, ഞാൻ ഒരിക്കലും ഒരു കഥ എഴുതുമ്പം ഇന്ന ആക്ടർ വേണമെന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഒരിക്കലും ഒരു കഥ വർക്ക് ചെയ്യുന്നത്.
ഈ 3 സിനിമയ്ക്ക് അത് സംഭവിച്ചിട്ടില്ല. ലിറ്ററലി ആ തിരക്കഥ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിന് പറ്റുന്ന റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിലേക്ക് പോവുക എന്നൊരു തീരുമാനമാണ്. അപ്പം എനിക്ക് വേണ്ടിയിരുന്നത് ലൂക്ക എന്ന് പറയുന്ന ഈ കഥ ഈ സ്ക്രാപ്പ് ആർട്ടിസ്റ്റിന് ചേരുന്ന ഒരു മുഖമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെയാണ് ടോവിനോട് ഒരു ഫോട്ടോഷൂട്ട് ഇമേജസ് കാണുന്നതും. അപ്പോൾ അതിൽ നിന്ന് ടോവിനോനെ ഒന്ന് പോയി മീറ്റ് ചെയ്യാൻ കൊള്ളാൻ തോന്നുന്നത് ഞാനും എൻ്റെ കോറൈറ്ററുണ്ട് ബ്രദർ, ഞങ്ങൾ ഒരുമിച്ചാണ് ടോവിനോനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥ നറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയർ ആയിരുന്നു ടോവിനോ വളരെ നമ്മുടെ കൂടെ തന്നെ ആസ് എ ടീം പ്ലെയർ നിൽക്കും എന്നുള്ളത്. സി ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് പീപ്പിൾ ദാറ്റ് മേക്ക് ദ റൈറ്റ് പീപ്പിൾ ദാറ്റ് മേക്സ് ദ ബെസ്റ്റ്. അപ്പം റൈറ്റ് ആയിട്ടുള്ള And you should be able to go with that person, gel with that person. Definitely. ഇപ്പം 3 സിനിമയിലും ടച്ച് ഷൂട്ട് ഉണ്ടുണ്ട് അവിടെ. ടച്ച് ഷൂട്ട് 3 സിനിമയിലും റൈറ്റ് ആയിട്ടുള്ള കാസ്റ്റും റൈറ്റ് ആയിട്ടുള്ള ക്രൂവും വന്ന് സംഭവിച്ചത് തന്നെയാണ് ഈ സിനിമയിലെ ക്വാളിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. But you know what I believe in is, because I believe in law of attraction a lot, it comes from within you. So whatever vibration you send, you get that around you. So maybe you are the reason for actually ടോവിനോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു ഫിലിം സെറ്റിന്റെ ക്യാരക്ടർ ഡയറക്ടറുടെ ക്യാരക്ടർ ആയിരിക്കും. So it goes from you. So you will attract people like you. So that's the reason you got such people. എങ്കിലേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Correct. ലൂക്കയുടെ സെറ്റിൽ എല്ലാവരും ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം മേക്കപ്പ് മാനായിട്ട് വന്ന അഞ്ജയ് ആർട്ടിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആർട്ടിലെ ഒന്ന് ലൂക്കയുടെ ആർട്ട് ടീം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആർട്ട് ടീമായിരുന്നു. ഇവരെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ചെയ്യാനൊക്കെ അഞ്ജയ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യുന്ന രമ്യയുടെ അസിസ്റ്റൻസ് ആർട്ടിൽ പോയി വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദേ ഓൾ ഫെൽറ്റ് an ownership on the film. Yes. ഇത് ഞങ്ങളുടെ സിനിമയാണ്, ഇത് നന്നായിട്ട് വരണം എന്നുള്ള. You had a workshop and all kinds, right? നേരത്തെ തന്നെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ആണോ ഉദ്ദേശിക്കുന്നത്? Or a discussion related? ഇല്ല, ഞാൻ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഒന്നും പോയിട്ടില്ല. ബട്ട് വി ഹാഡ് എ സോളിഡ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് നറേഷൻസ്. തിരക്കഥ, സ്ക്രിപ്റ്റ് നറേഷൻ, സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് പല പ്രാവശ്യം ഉണ്ടായിരുന്നു. ഈ റീഡിങ് സെഷനിൽ പലപ്പോഴും ഞാൻ ആക്ടേഴ്സിന് ഇപ്പം മാരിവിലൻ ഗോപുരങ്ങളിലെ ഇന്ദ്രേട്ടനും ശ്രുതിയും സർജാനും വിൻസി എല്ലാവരും കൂടെ ഉൾപ്പെട്ട ഒരു റീഡിംഗ് സെഷൻ ഉണ്ടായിരുന്നു നമുക്ക്. So you tell them that this is going to be there and you buy that extra time from them. ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് റീഡ് ചെയ്ത് കൊടുക്കും. ദെൻ ദേ ഹാവ് ദെയർ ഓൺ ഡൗട്ട്സ്. അപ്പോൾ ഞാൻ ഈ കഥാപാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഈ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യണം. ദെൻ ദേ ഹാവ് ദെയർ ഓൺ ഡൗട്ട്സ്, എന്തുകൊണ്ട് ഈ കഥാപാത്രം ഇങ്ങനെ ബിഹേവ് ചെയ്യണം ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ഇതൊരു സിനിമ ഒരു ഓർഗാനിക് ആർട്ട് ഫോമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. സിനിമയുടെ റൈറ്റ് എഴുതി വെച്ചിരുന്ന എക്സാക്ട്ലി ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല സിനിമ. അത് ഓരോ സിറ്റുവേഷനിലും ഓരോ ടൈം ടു ടൈം ഇറ്റ് ഗ്രോസ് ആസ് എൻ ആർട്ട്. ഇവൻ ഒരു ലൊക്കേഷൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ലൊക്കേഷൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ, അവിടുത്തെ ക്ലൈമറ്റ്, പെട്ടെന്ന് പെയ്യുന്നൊരു മഴ എന്നെ ചിലപ്പം ആ സീനിനെ ഒന്ന് റീകൊറിയോഗ്രാഫ് ചെയ്യാൻ ചിന്തിപ്പിച്ചേക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ കാണുന്ന ഓരോ ആർട്ട് പ്രോപ്പർട്ടി, ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ ചെടിയുണ്ട്, ഈ കോഫി മഗ് ഉണ്ട്, ഈ മൊബൈൽ ഫോൺ. I have to give you coffee also. So this is like unfiltered coffee, right? Oh yeah. So we speak truth here. We get into your life, but നല്ലൊരു കോഫി കൊടുത്തിട്ട്. താങ്ക് യു. യാ, സോ അപ്പം നമ്മുടെ ഈവൻ ആക്ടേഴ്സ് മാത്രമല്ല, ഒരു സെറ്റിലുള്ള ഒബ്ജക്റ്റുകൾ, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ഇതെല്ലാം നമ്മളോട് സംവേദിക്കുന്നുണ്ട് ആസ് എ ഡയറക്ടർ. സോ ഇതനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പം ആ സീനിനെ പല രീതിയിലൊന്ന് റീകൊറിയോഗ്രാഫൊക്കെ ചെയ്ത് നോക്കും, കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പോൾ ഇങ്ങനൊരു ഓർഗാനിക് ഗ്രോത്ത് സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂക്കയുടെ ക്ലൈമാക്സ് സീൻ, ടൊവിനോയും അഹാനയും ഒരു ബാറ്റപ്പ് മഴയത്ത് കിടക്കുന്ന ക്ലൈമാക്സ് സീൻ ഒറിജിനൽ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചൊരു സീനല്ല. ബട്ട് ദെൻ ഐ തോട്ട് ഓൺ ദ പ്രോസസ്, നമ്മൾ ഷൂട്ട് തുടങ്ങിയൊരു 3rd day or 4th day when I saw this art property lying there. ഇത് അക്ബർ ഇത് ആരാണ് ഈ കൾപ്രിറ്റ് എന്ന് കണ്ടുപിടിച്ച ശേഷം ടുവേർഡ്സ് എൻഡ് ഈ കഥാപാത്രങ്ങൾ വീണ്ടും ഫ്രെയിമിൽ നിറഞ്ഞു നിന്നാൽ അത് കുറച്ചും കൂടെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒരു തോന്നലിനാണ് വീണ്ടും അവരെ എൻഡിൽ കാണിക്കാൻ തീരുമാനം എടുക്കുന്നത്. സോ ഇതൊരു ഇങ്ങനെ ഈ 3 സിനിമയ്ക്കും ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഫ്രം ടൈം ടു ടൈം. ഈവൻ എഡിറ്റിംഗ് സ്റ്റേജിൽ
എഡിറ്റിംഗ് സ്റ്റേജിൽ ചില സീനുകൾ നമ്മൾ റീഷഫിൾ, ഞാനൊരു എഡിറ്ററായിട്ടാണ് തുടങ്ങുന്നത് എൻ്റെ കരിയർ. ഓക്കെ. സോ മൈ ഹാൻഡ് ഇസ് മോർ ഇൻ എഡിറ്റിംഗ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഷൂട്ട് ചെയ്ത കോണ്ടന്റിനെ വീണ്ടും ഒന്ന് റീഷഫിളൊക്കെ ചെയ്ത് അതിൻ്റെ നറേറ്റീവ്, എഡിറ്റിങ്ങിൽ നമ്മൾ നറേറ്റീവ് വീണ്ടും വീണ്ടും മാറ്റി പ്ലേ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ മാരിവിലിയൻ ഗോപുരങ്ങൾ ഞാനും കൂടെ ചേർന്നാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്, അൺലൈക്ക് ദി അതർ 2 ഫിലിംസ്. ഞാനും ഷൈജൽ എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഐ റിയലി വാണ്ടഡ് ദ റഷസ് വിത്ത് മീ ത്രൂ ഔട്ട്. ഷൂട്ട് ചെയ്ത കംപ്ലീറ്റ് കോണ്ടന്റ് കയ്യിലുണ്ടായിരിക്കണം, അത് എനിക്ക് പ്ലേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാനും കൂടെ ചേർന്ന് എഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേയധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാരിവിലിയൻ ഗോപുരങ്ങളിൽ. അപ്പം പല രീതിയിലൊരു കഥയെ നമുക്ക് പറയാം. അത് ഈ തിരക്കഥയിൽ നിന്ന് വീണ്ടും നമ്മളിങ്ങനെ ഓരോ സ്റ്റേജിലും അതിനെ ഇവോൾവ് ചെയ്യിച്ച് ഫൈനൽ എഡിറ്റിംഗ് സ്റ്റേജിൽ വീണ്ടും അതിനെ ഒന്ന് ഇവോൾവ് ചെയ്യിച്ച് അങ്ങനെ ഒരു ഫൈനൽ. It's an ongoing process. Yeah, it's an ongoing till the process. movie is on. Actually, film never ends even after the release. Yes. ആ റിലീസ് കഴിഞ്ഞ് ഓഡിയൻസുമായിട്ട് സംവേദിക്കുന്ന സിനിമകൾ ഉണ്ട്, ഓഡിയൻസിൻ്റെ കൂടെ പോരുന്ന സിനിമകളുണ്ട്. അത് അപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷം കഴിഞ്ഞാലും അതേ ആർട്ട് ഫോം വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ പ്ലഷർ ഓഫ് എ ഫിൽം മേക്കർ. So what I've noticed is that, all these years, very few movies. So definitely one thing is very clear, that you're totally passionate, and then you are into one script and that gets over, that delivery is done, then you get into the mood of another one. Actually അങ്ങനെയല്ല കേട്ടോ. പണ്ട് കുട്ടിക്കാലത്ത് കഥയൊക്കെ എഴുതാൻ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് പോലും പാരലി 2-3 കഥകളായിരുന്നു. സോ ഐ ലൈക്ക് ദ പ്രോസസ് ഓഫ് why did you do that? I like the process of multi tasking എന്നല്ല പറയുന്നത്. ഒരു കഥ എന്ന് പറഞ്ഞ ഒരു മൂഡല്ലേ, സോ യു കൻ ഗെറ്റ് ഇൻടു 2-3 moods at a time. ഞാനിപ്പോഴും ഇപ്പൊ കറന്റ്ലി മൾട്ടിപ്പിൾ സ്ക്രിപ്റ്റുകളുണ്ട്, പാരലി പോകുന്നുണ്ട്. ഇത് ഈ ലൂക്ക കഴിഞ്ഞിട്ടും ഞാൻ എൻ്റേതല്ലാത്ത കഥകളും കേട്ടിരുന്നു, മറ്റു റൈറ്റേഴ്സിന്റെ കഥകളും കേട്ടിരുന്നു. ബിക്കോസ് ആ പോയിന്റ് ഓഫ് വ്യൂ പെർസ്പെക്റ്റീവ്സ് ഒക്കെ അത് വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റുമെന്നുള്ള. പക്ഷെ സംഭവിച്ചത് സെയിം ലൂക്കയുടെ ടീം, ഞാനും എൻ്റെ കോറേറ്ററും മുതലും ചേർന്നിട്ട് തന്നെയാണ് രണ്ടാമത്തെ സിനിമയും എഴുതുന്നത്. അതൊരു ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ്, വളരെ വിഖ്യാതമായിട്ടൊരു ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ്. ബട്ട് എ വെരി ഇന്ത്യനൈസ്ഡ്, മറ്റേ കേരളത്തിലെ മലയാളിക്ക് ഈസിലി ആയിട്ട് കണക്ട് ആവുന്ന ഒരു സെറ്റിംഗിലേക്ക്. So that you have in your mind, മലയാളിക്ക് ഈസിലി കണക്ട് ആകണം എന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും വേണം, തീർച്ചയായിട്ടും. Some people what they do is they want to say their story. നമ്മൾ പറയുന്നത് നമ്മുടെ കഥകളാണ്, നമ്മുടെ ആൾക്കാരുടെ കഥകളാണ്. ഇപ്പം ലേമൻ്റെ കഥകൾ തന്നെയാണ്. എൻ്റെ കഥകളാണ് എനിക്ക് ഏറ്റവും കണക്ട് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ച വഴികളിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും കണക്ട് ആവുന്നത്. അപ്പോൾ അത് പറയാനല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാം. പ്രോബബ്ലി അതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതൽ കേരളത്തിലാണെങ്കിലും, കേരളത്തിൽ മൂവാറ്റുപുഴയാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. പിന്നെ കൊച്ചിയിലുണ്ടായിരുന്നു കുറേ കാലം, പിന്നെ ഡിഗ്രി ഹൈദരാബാദിലായിരുന്നു, PG ചെന്നൈയിലാണ്, കുറച്ചെല്ലാം ബോംബെയിലുണ്ടായിരുന്നു. ബട്ട് ഈ മെട്രോ കൾച്ചർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുമായിരിക്കാം പ്രോബബ്ലി ലൂക്കയും മാരിവിലിയൻ ഗോപുരങ്ങളും ഒരു പക്ഷേ ഒരു മെട്രോ സ്പേസിൽ സെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വേറെ മിണ്ടിയും പറഞ്ഞു അങ്ങനൊരു കഥയല്ല. മിണ്ടി പറഞ്ഞും കുറച്ചും കൂടെ ഒരു നാട്ടുമ്പുറത്തുള്ളൊരു സെറ്റിങ്ങാണ് ഉണ്ണിയും അപർണയും അഭിനയിച്ച സിനിമ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ്. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ആൾക്കാർക്ക് കണക്റ്റ് ആവണം, ഓഡിയൻസിന് കണക്റ്റ് ആവണം, അല്ലെങ്കിൽ അവരെ തന്നെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കണം നമുക്ക് സിനിമയിൽ. അല്ലെങ്കിൽ അവർ അണ്ടർഗോ ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവർ അണ്ടർഗോ ചെയ്യുന്ന അവരുടെ സിനാരിയോസ്, സിറ്റുവേഷൻസ്. So because there was one, when you said this, I remembered the situation while I was on stage. There was one of the DJs, okay? He liked playing his tunes. When people used to come and tell me that, no, we're not enjoying it, but he was very adamant that he will play his tunes. So that becomes so much of a disconnect between the audience. ഇതിന് രണ്ടിനിടയ്ക്ക് എവിടെയോ ഒരു കോഡ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ആസ് ആൻ ആർട്ടിസ്റ്റ് you're also not dissatisfied and you're able to satisfy that person. I mean, you have to build that connect with the audience. Also, you have to reflect yourself. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കോഡ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ സക്സസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർട്ടിസ്റ്റിൻ്റെ സക്സസ് ആസ് എ പോപ്പുലർ ആർട്ടിസ്റ്റ് ഒരു സൈഡിൽ, ആസ് എ സാറ്റിസ്ഫൈഡ് ആർട്ടിസ്റ്റ്, ഒരു തൃപ്തിയുള്ളൊരു ആർട്ടിസ്റ്റായിട്ട് സ്വയം എത്തണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കണമല്ലോ. ഇപ്പം റെഗുലറായിട്ട് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്ത് ഒരേ കാര്യത്തെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. അർത്ഥമില്ല. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഇംപ്രൂവൈസേഷനും
ഒരു ഐഡൻറ്റിറ്റിയും അവിടെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ടാകുന്നത്. ഈ ഫിലിം മേക്കിങ്ങിൽ തന്നെ ഓത്തർ ഫിലിം മേക്കേഴ്സ് എന്ന് പറയും, AUTEUR, ഒരു ഫ്രഞ്ച് ടേമാണ്. ഫിലിം മേക്കേഴ്സ് ഹു ഹാവ് ദെയർ ഓൺ സിഗ്നേച്ചർ ഇൻ ദ ഫിലിം എന്ന് പറയും. അപ്പം ഒരു ഫ്രഞ്ച് ടേമാണ്, ഫ്രഞ്ച് ന്യൂ വേവിൽ നിന്ന് വന്ന ടേമാണ്. ചില ഡയറക്ടേഴ്സ് അവരുടെ ഒരു സിഗ്നേച്ചർ ആ സിനിമയിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാവും, വിച്ച് ഇസ് ലൈക്ക് ഒരു ശൈലി. ഓക്കെ, അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് നമ്മൾ ഓത്തർ ഡയറക്ടേഴ്സ് എന്നാണ് വിളിക്കുക. You are like that. I would love to be an author director, definitely. So maybe when you select the script also, adepole aayirikkum. It should connect with you. It should be different genres, definitely. Okay, basically it connects so much with the audience that everyone is saying, but it somehow doesn't connect with you. Appo endu cheyum? എനിക്ക് കണക്ട് ആവാത്ത ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്ക് പരിപൂർണ്ണമായിട്ട് കണക്ട് ആവുന്ന ഒരു സ്ക്രിപ്റ്റ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓഡിയൻസിന് കണക്ട് ആകും, അല്ലെങ്കിൽ ഓഡിയൻസ് അതാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള അതുകൊണ്ട് മാത്രം ഒരു ഫിലിം മേക്കർ, ഒരു ആർട്ടിസ്റ്റിന് ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് പരിപൂർണ്ണമായിട്ട് കണക്ട് ആവുകയും ഞാനിത് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. ഒന്ന് എനിക്ക് കണക്ട് ആവണം, രണ്ട് ഇത് ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയാണോ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ട്രിഗർ ചെയ്യുന്നൊരു കഥയാണോ, അല്ലെങ്കിൽ അവർ ഇത്രയും സമയം അവർ തിയേറ്ററിൽ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് വേർത്തായിട്ടുള്ളൊരു ഒരു കഥയാണോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ ചിന്തിക്കാറുണ്ട്. സോ ഇവിടെയാണ് സംവെയർ യു ബിൽഡ് ദാറ്റ് ബ്രിഡ്ജ് ബിറ്റ്വീൻ എ കൊമേഴ്ഷ്യൽ ഫിലിം മേക്കർ ആൻഡ് ആൻ ആർട്ട് ഫിലിം മേക്കർ. സോ ഇതിനെവിടെയോ ഇൻ ബിറ്റ്വീൻ നിൽക്കാനാണ് എനിക്കിഷ്ടം. സോ when I think about അരുൺ ബോസ്, ഈ ബോസ് എന്ന് പറയുന്നത് ഈസ് ഇറ്റ് ഫ്രം ആക്ച്വലി കേരള, ഇറ്റ്സ് എ സർനെയിം ഹിയർ, ഓർ ഇറ്റ് ഹാസ് ഗോട്ട് കാൽക്കട്ട കണക്ഷൻ? നോ കണക്ഷൻ വിത്ത് കൊൽക്കത്ത. ബോസ് ഉള്ള എൻ്റെ അച്ഛൻ്റെ പേരാണ്. Okay, so you are a Christian, right? We don't have to talk religion here, but just the curiosity. ഞാൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ ബിലീഫിൽ പേഴ്സണലി വിശ്വസിക്കുന്ന ആളല്ല. എനിക്ക് ഫാമിലി ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷെ അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങൾക്കുള്ള ഈ ടിപ്പിക്കൽ ജാതിവാല് വെച്ചിട്ടുള്ള പേരുകളല്ല ആർക്കും തന്നെ. എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറച്ചും കൂടെ എൻ്റെ അച്ഛനും സിബ്ലിങ്സിനും കൊടുത്ത പേരുകൾ ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ്. Because I want to know about it. Like Arun Bose is a very good surname. I mean, it's really attractive. അച്ഛൻ്റെ പേര് SR ചന്ദ്രബോസ് എന്നാണ്, സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഗീത പ്രകാശ്, which is like Indira Prakashini. Correct. So that is my grandfather's personal choice. Like he didn't want to put a typical ജാതിവാൽ വെച്ചിട്ടുള്ള പേരുകൾ കൊടുക്കണ്ട. വളരെയധികം ഐ തിങ്ക് ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ള നല്ലൊരു. ആക്ച്വലി അന്നത്തെ ആൾക്കാർ കുറച്ചും കൂടെ ഫോർവേഡ് ആണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. I'm not talking about my parents' period also. Our grandparents' period are even more forward. Not everyone is actually fortunate, but I think you were really fortunate to have such a family. Writing and നമ്മുടെ ലിറ്ററേച്ചറും നമ്മുടെ ഇതൊക്കെ എടുത്ത് നോക്കൂ. ഉദാഹരണത്തിന് ബഷീറിന്റെ റൈറ്റിംഗ് ഒക്കെ ഐ ഫൈൻഡ് VKന്റെ റൈറ്റിംഗ് ഒക്കെ ഇവരൊക്കെ എത്രയോ ഫോർവേഡ് ആണ് അന്നത്തെ കാലഘട്ടത്തിൽ. സ്മോൾ കാറ്റഗറീസ് ഡിഫറെന്റ്, ബട്ട് ഓൾ ഓഫ് ദീസ് കാറ്റഗറീസ് ആർ. ബഷീറിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ബേസ്ഡ് ഒരു പ്ലേ ഒരിക്കൽ കണ്ടു. നമ്മളീ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സും അല്ലെങ്കിൽ ക്വയർ തിയറീസും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ബഷീറിന്റെ ഒരു ലേമാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ബഷീർ എത്രയോ ഭംഗിയായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട് വളരെ മുന്നേ. അത് നമ്മൾ അത്രയൊന്നും വളരെ പൊളിറ്റിക്കലായിട്ട് കാണാൻ അത് അപ്പൊളിറ്റിക്കലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും എഴുതാൻ ചെയ്യുമ്പോൾ ഞാൻ ഇത് പൊളിറ്റിക്കൽ, ഇസ് ഇറ്റ് പൊളിറ്റിക്കൽ, ഇസ് ഇറ്റ് അപ്പൊളിറ്റിക്കൽ ചിന്തിച്ചെഴുതേണ്ട ഒരു അവസ്ഥ ഇന്നുണ്ട്. പക്ഷെ അന്ന് അത് കുറച്ചുകൂടി സ്വാതന്ത്ര്യമായിട്ടുള്ള മോർ ഫ്രീ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും they were really free. And one thing ഞാൻ പറഞ്ഞ എൻ്റെ പേരൻസിന്റെ പീരീഡ്, എൻ്റെ ഗ്രാൻഡ് പേരൻസിന്റെ പീരീഡാണ് ഞാൻ പറയുന്നത്. It's like, I mean, that's amazing. You're really lucky to be in that family. അങ്ങനെ പറയണം. പക്ഷേ മറ്റൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. I was from a family which was very conservative. കൺസർവേറ്റീവ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മളീ പറയുന്ന കാസ്റ്റ് സിസ്റ്റവും ഇതുമൊക്കെ വളരെ ഡീപ്ലി റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ എത്രയൊക്കെ ഫോർവേഡ് ആണെന്ന് പറഞ്ഞാലും കേരളം, വിച്ച് ഈസ് ദെയർ. ശരിക്കും ഡെഫിനറ്റ്ലി അത് ഇവിടെ അത് പുറത്ത് പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. പുറമെ കേരളത്തിന് വെളിയിലേക്ക് അത് പ്രോബ്ലി കുറച്ചും കൂടെ വിസിബിൾ ആയിട്ട് പബ്ലിക്കലി ആൾക്കാർ പറയുന്നത്. കുറച്ച് എനിക്ക് തോന്നുന്നു അവസരം അനുസരിച്ചാണ്. When it comes to your own family, you will use it, and when it comes to talking outside, you won't use it. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ മൂവാറ്റുപുഴ എന്നൊരു ടൗണിൽ
പ്രീ ഡിഗ്രി വരെ അവിടെ ആയിരുന്നു. പിന്നെ ഡിഗ്രി ഹൈദരാബാദാണ്. പിന്നെ മെട്രോസിലാണ് ജീവിച്ചിട്ടുള്ളത്. പൊതുവെ ഇപ്പം 2010 ഒരു ആസ് എ ഡോക്യുമെൻ്ററി ഫിൽം മേക്കർ എനിക്ക് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അക്രോസ് ഇന്ത്യ ജിപ്സി കമ്മ്യൂണിറ്റീസിനൊപ്പവും ട്രൈബൽ കമ്മ്യൂണിറ്റീസിനൊപ്പവും. ഇപ്പം ഒറീസയിൽ ഗോണ്ട്, ഭുഞ്ചിയ, കോന്ത് പോലുള്ള ആദിവാസി ഗ്രാമങ്ങളിൽ, കർണാടകയിൽ ജീനിക്കുറുബരുടെ ഒപ്പം, തമിഴ്നാട്ടിൽ നരിക്കുറുവരുടെ ഒപ്പം, കേരളത്തിൽ തന്നെ മുടുകർ, ഇങ്ങനെ കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനൊപ്പവും. അതുപോലെ ഒരു ഓംനി വാൻ എടുത്തിട്ട് ചെന്നൈക്ക് ചുറ്റുമുള്ള ഈ കാഞ്ചീപുരം, തിരുവണ്ണാമലൈ, ഇങ്ങനെയുള്ള കുറച്ച് അടുത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ഗ്രാമങ്ങളിലുള്ള ഓൾമോസ്റ്റ് 44 ഗ്രാമങ്ങൾ ഞാൻ സഞ്ചരിച്ചു ആസ് എ പ്രോജക്റ്റ്, ടു ഡു എ പ്രോജക്റ്റ്. അവിടുത്തെ ഫെസ്റ്റിവൽസിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റായിരുന്നു. ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥ ഭാരതം, വാട്ട് ഈസ് ദി ആക്ച്വൽ ഇന്ത്യ എന്നുള്ള റിയലൈസേഷൻ. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ നാടിനെ പറ്റി, ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. ആസ് ലോങ് ആസ് യു ലിവ് ഇൻ കേരളത്തിന് ഉടനീളം ഒരു മെട്രോ കൾച്ചർ ഉണ്ട്. എത്രയൊക്കെ കൊച്ചി നോട്ട് ഓൺലി കൊച്ചിൻ, ഈവൻ ഇവിടുത്തെ ടൗൺഷിപ്പുകൾക്കും ഒന്ന് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ആൾക്കാർ പുറത്താണ് കുറേയധികം ആൾക്കാർ പുറത്തു പോയി. ഓൾസോ നോട്ടീസ് വൺ തിങ്, കേരളത്തിലുള്ള ദരിദ്രത ഉണ്ടെങ്കിൽ അത് ആക്ച്വൽ അല്ല. ഇഫ് യു ഗോ ഔട്ട്സൈഡ് കേരള ആൻഡ് ഗോ ടു നോർത്ത് ഇന്ത്യൻ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് ചിന്തിച്ചു. ഒരു ഇപ്പോൾ ഈ തമിഴ്നാട്ടിലൊരു കുഗ്രാമത്തിൽ പോയിട്ട് അവരുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്, ഒരു പെർ ഡേ ലിവിങ് കോസ്റ്റും ഇവിടുത്തെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരാളുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒരു കമ്പാരിസൺ ചെയ്യും. നോർത്തിലേക്ക് ഒറീസ, അസാം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്നു. സോ ഐ ഹാവ് സീൻ ഇറ്റ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് എൻ്റെ ലൂക്കയ്ക്ക് മുന്നേ ഞാൻ എഴുതിയിരുന്ന ആദ്യത്തെ സ്ക്രിപ്റ്റ് ഒരു ഒറീസൻ മൈഗ്രൻ്റ് വർക്കർ കേരളത്തിൽ വരുന്നതിനെ പറ്റിയായിരുന്നു. ഹിന്ദിയിൽ ഇന്നിപ്പം മങ്കി മാനിലൊക്കെ അഭിനയിച്ച പിതോഭാഷ് ത്രിപാഠി എന്ന് പറയുന്ന ഒരു ആക്ടറായിരുന്നു അതിൻ്റെ ലീഡ് ചെയ്യേണ്ടിയിരുന്നത്. പിതോഭാഷിനെ ഞാൻ ബോംബെയിൽ പോയി കണ്ട് ആ കഥ കൂടെ അഭിനയിക്കേണ്ടിയിരുന്നത് കമ്മട്ടിപ്പാട് എഴുതിയ പി ബാലൻ സാറായിരുന്നു. വൈക്കത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് കുറേ ഡിസ്കസ് ചെയ്ത് പിതോഭാഷിനെയും ബാലേട്ടനെയും വെച്ചിട്ടായിരുന്നു ഞാൻ ആ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനിരുന്നത്. അത് പക്ഷെ അന്ന് അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ കൊണ്ടും ഒന്നും അത് പ്രാക്ടിക്കലായിരുന്നില്ല. വലിയ സിനിമയല്ല, ഒരു അൻപേശിവം പോലെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ബഡ്ഡി മൂവിയാണ്. പക്ഷെ അതിലൂടെ ഞാൻ അനുഭവിച്ച കുറേ, ഇപ്പം ഒറീസയിൽ ഗോണ്ട്, കോന്ത് പോലുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ അവിടുത്തെ ലൈഫും, അങ്ങനെ ഒരു മൈഗ്രൻ്റ് വർക്കർ ഇവിടെ കേരളത്തിൽ വന്നാൽ അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് ഇവിടെ, ഇതിനെ കമ്പയർ ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. സോ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇപ്പോഴും നമ്മുടെ ആർട്ട് ഇവോൾവ് ചെയ്യേണ്ടത്. So now you had done your graduation in science. Science-ൽ graduation ആയി. അത് ആരുടെ ഇനീഷ്യേഷൻ ആയിരുന്നു? ഡെഫിനറ്റ്ലി ഞാൻ 1998 എൻ്റെ SSLC കഴിയുന്നത്. അതിനുശേഷം പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. പ്രീ ഡിഗ്രി മുതലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ ആപ്റ്റ് അല്ല എന്ന് തോന്നിയിരുന്ന സബ്ജക്റ്റുകളിലേക്ക് ഞാൻ മൂവ് ചെയ്യേണ്ടി വന്നത്. അതെന്താ സാഹചര്യം, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. കാരണം പേരൻസ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി പേരൻസ് ചിന്തിക്കുന്നത് പെട്ടെന്നൊരു ജോലി എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണല്ലോ. ഫാദർ എന്തായിരുന്നു ചെയ്തത്? അച്ഛൻ കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്, അമ്മ ഹൗസ് വൈഫാണ്. പക്ഷേ എങ്കിലും അവരെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും കുട്ടികൾ ഇനി ഒരു ജോലിയാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ, ഇതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. പക്ഷെ അവിടെ മുതൽ ലിറ്ററലി ഒരു 5 years പ്രീ ഡിഗ്രി ചെയ്ത സമയവും പിന്നെ ഡിഗ്രി ഹൈദരാബാദിൽ BSc കമ്പ്യൂട്ടർ സയൻസിലാണ് ചെയ്തത്. ഈ ഒരു 5 വർഷം പ്രോബബ്ലി എൻ്റെ ലൈഫിനെ ഒരു 5 വർഷം പിന്നിലേക്ക് വലിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാനൊരു 5 വർഷം ഏർലി ആയിരുന്നു എൻ്റെ കരിയർ തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ അതിലും ഒരു ഗുണമുണ്ടായി. ഈ BSc കമ്പ്യൂട്ടർ സയൻസ് ഹൈദരാബാദിൽ ചെയ്യുന്ന സമയത്താണ് പാരലി എനിക്കൊന്നത് ഭയങ്കര മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളല്ല ഞാൻ പഠിക്കുന്നത്. അപ്പം ആ സമയത്താണ് ഞാൻ ഓപ്പണായിട്ട് അച്ഛനോട് സംസാരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും താഴേക്ക് പോരും. അപ്പോൾ ലെറ്റ് മീ ഡു സംതിങ് വിച്ച് ഐ വാണ്ട്. How was he reacting to that? അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പുറത്തെവിടെയും പോയിട്ട് മറ്റൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തോളൂ. അങ്ങനെ ഞാൻ സപ്പോർട്ട് ദിസ്. സോ ഞാൻ തൊട്ടടുത്തുള്ളൊരു CMC കമ്പ്യൂട്ടേഴ്സ് എന്ന കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ കൺസൾട്ടൻറ്റ് എന്തുകൊണ്ട് C++ ഒക്കെ പഠിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നു. വിച്ച് വിൽ അത് ഒരു ജോലി കിട്ടാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കൂടെ അറിയാതെ വായിന്ന് വന്ന ഒരു
ക്വസ്റ്റ്യൻ ആണ് പ്രോബബ്ലി എന്നെ ഇന്നൊരു ഇവിടെ ഒരു ഫിലിം മേക്കറായിട്ട് ഇരുത്തിയേക്കുന്നത്. എൻ്റെ വായുന്ന ക്വസ്റ്റ്യൻ, മാം ഈ ദൂരദർശൻ ന്യൂസിന്റെ തുടക്കത്തിൽ ഒരു ഗ്ലോബ് ഇങ്ങനെ ഉരുണ്ടിട്ട് വരുമല്ലോ, ആ ഗ്ലോബ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എനിക്ക് അത് ചെയ്താൽ മതി. അപ്പൊ അവരാണ് അത് അറിയാതെ വായി തന്നിട്ട്. അപ്പൊ അവരാണ് ആദ്യം പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് കോഴ്സിന് പകരം ഒരു മൾട്ടിമീഡിയ കോഴ്സിന് ട്രൈ ചെയ്ത് നോക്കൂ. അതാണ് ഈ മൾട്ടിമീഡിയ നേരത്തെ പറഞ്ഞാലോ, നമ്മളൊരു എവിടെയോ ഒരു ഡ്രൈവ്, ആസ് ലോങ് ആസ് നമുക്ക് അതിനോടൊരു ഇൻക്ലിനേഷൻ, നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. നമുക്കാണെങ്കിലും ആഫ്റ്റർ ദാറ്റ് 10th and 11th കഴിഞ്ഞുള്ള സമയത്താണ് വി സ്റ്റാർട്ട് തിങ്കിങ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ കുറച്ചും കൂടെ ഏർലി ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. അവർക്ക് കുറച്ച് വെരി വൈസ്, ഇന്റലിജന്റ് ആണ് ഇന്നത്തെ. എക്സ്പോസ്ഡ് ടു സോ മെനി തിങ്സ് ദാറ്റ് ദേ ആർ ടേക്കിംഗ് ഡിസിഷൻസ്. ഐ മീൻ അത് അവരുടെ കരിയർ തന്നെ തുടങ്ങുന്ന നേരത്തെയാണ്. ഇന്നത്തെ ടീനേജേഴ്സ്, ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്റലിജന്റ് ആണ്, വളരെ വെരി ഫോർവേഡ്. ഇവരിത് ഐ മീൻ കുറച്ചും കൂടെ ലോകം കണ്ടിട്ടുണ്ട്. ഐ മീൻ ഈവൻ ഇഫ് ദേ ആർ ഇൻ ദെയർ ഹൗസ്, അവർ വിഷ്വലി ലോകം കാണുന്നുണ്ട്. അതാണ് അതിന്റെ സത്യം. വിഷ്വലി കാണുന്നുണ്ട്, കുറച്ചും കൂടെ പേഴ്സണലി കാണുന്ന ഒരു സ്റ്റേജിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് കുറച്ചും കൂടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ്, നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. ഇന്ന് പ്രോബബ്ലി തലമുറ ഈ ഫോണിൽ ലോകം കണ്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം കൂടുതലുള്ളത്. പക്ഷേ ഇത് രണ്ടും ദേ ഷുഡ് ഗെറ്റ് ഔട്ട് ആൻഡ് ട്രാവൽ ആൻഡ് എക്സ്പീരിയൻസ് പേഴ്സണൽ, പോയി ആൾക്കാരെയും ഐ മീൻ കമ്മ്യൂണിറ്റീസായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടും, ജിപ്സി ട്രാവൽ, ഒരു ജിപ്സി ആയിട്ട് ട്രാവൽ ചെയ്തും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസുകളാണ് നമ്മളാരാണെന്ന് തിരിച്ചറിയിക്കുന്നതും. കറക്റ്റ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. You get your experience and then you become a person of your own. An artist cannot be an artist without all this. Yes. ഒരു ആർട്ടിസ്റ്റ് എന്തായാലും ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആണ്. And then your journey started with arts, right? അതെ. Yeah, so അന്ന് BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്ന സമയത്ത് പാരലി ഒരു മൾട്ടിമീഡിയ കോഴ്സ് ഞാൻ ചെയ്തു. ഒരു ദൂരദർശനെ കറക്കാനായിട്ട് ഒരു അരീന മൾട്ടിമീഡിയയിൽ നിന്ന്. അന്ന് ആദ്യമായിട്ടാണ് മൾട്ടിമീഡിയ എന്നുള്ള ടേം കേൾക്കുന്നത് തന്നെ. ഞാൻ കൂടുതൽ BSc ഡിഗ്രി പഠിച്ചിരുന്ന കോളേജിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് മൾട്ടിമീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അങ്ങനെയാണ് എഡിറ്റിങ്ങിനോട് താല്പര്യം വരുന്നതും സൗണ്ടിനോട് താല്പര്യം വരുന്നതും പിന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈ ചെയ്തു, കിട്ടിയില്ല. Then I wanted. Okay, by then you knew that അറ്റ്ലീസ്റ്റ് മീഡിയ ഇതായിരിക്കും എൻ്റെ ഫീൽഡ് എന്നൊരു ഏതാണ്ടൊരു ബോധ്യം വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ചെന്നൈയിലെ മെഡ്രാസ് അസിസ്റ്റന്റ് കോളേജിൽ കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തത് ഞാൻ അവിടെ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഐ മീൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൂടുതൽ വീഡിയോ മേക്കിംഗ് തന്നെ ആണ് ചെയ്തിട്ടുള്ളത്. കോളേജിലുണ്ടായിരുന്ന ഒരു ക്യാമറ മിക്കവാറും എൻ്റെ റൂമിലായിരുന്നു. ഒരു ക്യാമറ, 2 ക്യാമറയാണ് ക്യാമ്പസിലുണ്ടായിരുന്ന ആകെ. മിക്കവാറും ദിവസങ്ങളിൽ ഈ ക്യാമറ ആയിട്ട് എൻ്റെ കയ്യിലായിരിക്കും. സോ ഐ വിൽ ബി റോമിങ് അറൗണ്ട് വിത്ത് ദ ക്യാമറ. ക്യാമ്പസിൽ തന്നെ റോം അറൗണ്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് അത് തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു പക്ഷേ ഒരു സെൽഫ് ഷൂട്ടിംഗ് ഫിലിം മേക്കറായി മാറിയത്.